ശക്തമായ ഏകാധിപത്യ ഭരണം നിലനിൽക്കുന്ന രാജ്യമാണ് ഉത്തര കൊറിയ. ഉത്തര കൊറിയയിലെ മറ്റു കാര്യങ്ങൾ പോലെ തന്നെ അവിടുത്തെ ഏകാധിപതി കിം ജോങ് ഉന്നിൻ്റെ സ്വകാര്യ ജീവിതവും കിമ്മിൻ്റെ ബന്ധുക്കളെ പറ്റിയുള്ള വിവരങ്ങളുമെല്ലാം ലോകത്തിന് ഇന്നും പൂർണ്ണമായി അറിയില്ല. ഉത്തര കൊറിയയെ മൊത്തത്തിൽ നിയന്ത്രിച്ചുള്ള കുടുംബഭരണം എത്രനാൾ പോകുമെന്ന കൗതുകവും ലോകത്തിനുണ്ട്. കിം ജോങ് ഉന്നിൻ്റെ ശേഷം ആരായിരിക്കും ഉത്തര കൊറിയ ഭരിക്കുക? സഹോദരിയായ കിം യോ ജോങ്ങും അടുത്ത ഭരണാധികാരിയായി എത്തുമെന്നും പൊതുവെയുള്ള അഭ്യൂഹം. എന്നാൽ ഇപ്പോൾ കളം മാറിയിരിക്കുകയാണ്. കിമ്മിന് ശേഷം അധികാരത്തിലേക്ക് എത്തുക കിമ്മിൻ്റെ മകളായിരിക്കുമെന്നാണ് ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ പല ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും പറയുന്നത്. കിം ജോങ് ഉന്നിൻ്റെ മക്കളിൽ രണ്ടാമത്തെയാളാണെന്ന് കരുതുന്ന ജുഎ കൊറിയയുടെ അടുത്ത ഭരണാധികാരിയാകാൻ സാധ്യതയുണ്ടത്രേ. ജുഎയ്ക്ക് വയസ്സ് 11-നടുത്തുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അധികം സംസാരിക്കുന്ന പ്രകൃതമല്ലത്രേ ഈ കുട്ടി. കിം ജോങ് ഉൻ മകളുമായി പൊതുവേദിയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ചിത്രം 2022 സർക്കാർ പുറത്തുവിട്ടിരുന്നു. ഉത്തര കൊറിയയുടെ ഭൂഖണ്ഡാന്തര മിസൈൽ വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിക്കാനാണ് ഇരുവരും എത്തിയത്. വെളുത്ത ജാക്കറ്റും ചുവന്ന ഷൂസും ധരിച്ച് പിതാവിൻ്റെ കൈപിടിച്ച് നീങ്ങുന്ന മകളുടെ പേരോ മറ്റ് വിവരങ്ങളോ അന്ന് പുറത്തുവിട്ടിട്ടില്ല. പിന്നീട് അങ്ങോട്ട് പല യോഗങ്ങളിലും ഈ കുട്ടിയെ കൊണ്ടുവന്നിരുന്നു. ഇതുതന്നെ അനന്തരാവകാശി എന്നുള്ള അഭ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ദക്ഷിണ കൊറിയയുടെ ഇൻ്റലിജൻസ് വിഭാഗം വിവരങ്ങളൊക്കെ ചോർത്തിയെടുത്ത് കിം ജോങ് ഉന്നിൻ്റെ ഓരോ ചിത്രവും പുറത്തുവിടുന്നത് ഒട്ടേറെ അഭ്യൂഹങ്ങളാണ് മാറ്റുന്നത്. ഇത്രയും നാൾ ചിത്രങ്ങളോ മറ്റും പുറത്തുവിടാതിരുന്ന ശേഷം ഇപ്പോൾ മകളെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിന് പിന്നിലെ രഹസ്യം വിദഗ്ധർ പണ്ടേ തിരയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ തനിക്ക് ശേഷം കൊറിയയുടെ ഭരണാധികാരിയാകുന്നത് തൻ്റെ മകളായിരിക്കുമെന്ന സന്ദേശമാണ് കിം ജോങ് ഉൻ ഈ ചിത്രത്തിലൂടെ നൽകിയതെന്ന് അന്നേ അഭ്യൂഹം കനത്തിരുന്നു. ഇപ്പോൾ പലപ്പോഴും ജുവെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഉത്തര കൊറിയയുടെ ദേശീയ ദിനപത്രത്തിലും ഈ കുട്ടിയെക്കുറിച്ച് ഫീച്ചറുകളും മറ്റും വന്നിരുന്നു. ഇതെല്ലാം ഭരണാധികാരി എന്ന വഴി മകൾക്ക് തുറന്നു കൊടുക്കാനുള്ള കിമ്മിൻ്റെ തന്ത്രമാണെന്നാണ് ചില വിദഗ്ധരുടെ അഭിപ്രായം. എന്നാൽ കിമ്മിനു ശേഷം മകൾ അധികാരത്തിൽ വരുന്നതിനെ ഉത്തര കൊറിയൻ സമൂഹം അംഗീകരിക്കുന്നില്ലെന്നും പറയപ്പെടുന്നു. ആൺമക്കളിലേക്ക് അധികാരം കൈമാറിയതാണ് ഉത്തര കൊറിയയുടെ ഇതുവരെയുള്ള ചരിത്രം. 2009 ഗായികയായ റീ സോൺ ജുവെയിനെ വിവാഹം ചെയ്ത കിമ്മിന് 3 കുട്ടികളുണ്ട്. ഇവരെ പറ്റിയുള്ള വിവരങ്ങളൊന്നും ഇങ്ങനെ പുറത്തറിയില്ല. എന്തെങ്കിലും അറിയുന്നത് ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് അന്വേഷണങ്ങൾ നടത്തുമ്പോഴാണ്. കിം ജോങ് ഉന്നിൻ്റെ ആരാധനാപാത്രവും മുൻ US ബാസ്കറ്റ് ബോൾ താരവുമായ ഡെന്നിസ് ഡോൺമാൻ ഒരിക്കൽ കിമ്മിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഉത്തര കൊറിയയിൽ എത്തിയിരുന്നു. അന്ന് കിമ്മിൻ്റെ മകളെ കണ്ടതായി റോഡ്മാൻ അറിയിച്ചിരുന്നു. കിമ്മിൻ്റെ ആദ്യ കുട്ടി 2010 ജനിച്ചതെന്നും ആൺകുട്ടിയാണിതെന്നും കരുതുന്നു. 2013 രണ്ടാമത്തെ മകളായ ജുവെ ജനിച്ചത്.